ആശുമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ക്യാഷ് കൊടുത്തോ ഇതുപോലെ ഒരു ജോലി NHS കിട്ടുന്നതിന് വേണ്ടി ഏജൻസികൾക്കും ആർക്കെങ്കിലും? ഒരു ഏജൻസിയും ഇല്ല. ഇത് നമ്മുടെ 100% എഫേർട്ട് മാത്രം. ഇപ്പോൾ ഞാനുള്ളത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലെ ഗ്രേറ്റ് യാമത്തിലാണുള്ളത്. ഇപ്പൊ നമ്മുടെ ഒപ്പം ഉള്ളത് ആഷിമയാണ്. ആഷിമ, നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ആഷിമ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് ഇവിടെ? ഞാനിപ്പോൾ NHSലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റില് മെയിൻ്റനൻസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ഈ ഒരു ജേർണിയിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പലരും വിചാരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണെന്ന്. ഞാനിവിടെ ബേസിക്കലി എൻ്റെ ഹസ്ബൻഡ് സ്റ്റുഡൻറ്റ് വിസയിലാണ് ഇവിടെ വന്നത്. ഞാനും എൻ്റെ മോളും ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം വന്ന് നമ്മുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ട്. ഒരാൾ മാത്രമേ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ ആൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ശേഷം പുള്ളിക്കാരനൊരു വർക്ക് വിസയിലേക്ക് മാറുകയും ഞാൻ ഡിപ്പെൻഡൻറ്റ് സ്റ്റാറ്റസിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ വന്ന അന്ന് തൊട്ട് എനിക്ക് പബ്ലിക് സെക്ടറിലൊരു ജോലി വേണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ NHSലെ ജോലികൾക്കാണ് പ്രയോറിറ്റി കൊടുത്തിരുന്നത്. ആപ്ലിക്കേഷൻ എല്ലാം ട്രാക്ക് ജോബ്സ് വഴിയാണ് ചെയ്തിരുന്നതും. ട്രാക്ക് ജോബ്സ് വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ അയച്ചു. അതിൽ തന്നെ ഞാൻ പല ജോലികളും ഞാൻ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ട്. IT, അഡ്മിൻ, കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ. ഞാൻ പഠിച്ചത് BTech, പിന്നെ അത് കഴിഞ്ഞ് MTech കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജോലിയും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറണം എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരികയും ഞാൻ ആപ്ലിക്കേഷൻ ഇടുകയും എൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാനത് ക്രാക്ക് ചെയ്യുകയും അങ്ങനെ ഞാൻ അറ്റ് പ്രസൻറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു NHSൽ. പൊതുവായിട്ടുള്ളൊരു ധാരണയാണ് NHSൽ ജോലി ലഭിക്കുന്നത് നഴ്സുമാർക്കാണ്, ഡോക്ടേഴ്സിനാണ് എന്നുള്ളത്. എന്നാൽ മറ്റെല്ലാ മേഖലകളിലും ഇതുപോലെ ധാരാളം അവസരങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രധാന വർക്ക് പ്ലേസ് തന്നെയാണ് NHS. ലോകത്തിലെ ഏറ്റവും വലിയ ഹെൽത്ത് എംപ്ലോയർ കൂടിയാണ് NHS. അതുകൊണ്ട് തന്നെ നഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും മാത്രമല്ല മറ്റ് ടെക്നിക്കൽ ഏരിയകളിലും ധാരാളം സാധ്യതകൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് NHS. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് സ്പോൺസർഷിപ്പ് ലഭിക്കുന്നതിനോ ജോലി ലഭിക്കുന്നതിനോ ഹയർ പൊസിഷനുകളിലോട്ട് പോകുന്നതിനോ യാതൊരു തടസ്സവുമില്ല. ഇപ്പോൾ നഴ്സിംഗോ ഹെൽത്ത് കെയർ ഒന്നും പഠിക്കാതെ തന്നെ ഈ ഒരു മേഖലയിൽ ജോലി ലഭിക്കും എന്നുള്ള അതെങ്ങനെയാണ് ശരിക്കും ആശുമ മനസ്സിലാക്കിയത്? നമ്മൾ ശരിക്കും എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ളൊരു ധാരണ നഴ്സസ് അല്ലെങ്കിൽ ഡോക്ടർമാരെ മാത്രം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതല്ല. ഇത് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇത്രയും വലിയൊരു ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശരിക്കും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് എസ്റ്റേറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. എസ്റ്റേറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ലോജിസ്റ്റിക്സ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ് ഉണ്ട്, ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ബിൽഡിംഗ് പ്ലാനേഴ്സ് ഉണ്ട്, സർവേയേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ എന്തെല്ലാം തന്നെ ഒരു വലിയൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആരൊക്കെ വേണമോ അങ്ങനെയുള്ള എല്ലാത്തരം ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാനത് മനസ്സിലാക്കുകയും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന എല്ലാ ജോലി സാധ്യതകളും, അതായത് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ലേ, അതുപോലെയായിരുന്നു ഞാൻ ട്രാക്ക് ജോബ്സ് വെബ്സൈറ്റ് സ്ഥിരം എല്ലാ ദിവസവും എൻ്റെ ഒരു റൊട്ടീനാണ് ഏതൊക്കെ വേക്കൻസീസ് പുതിയ വന്നു എന്നുള്ളത്. അങ്ങനെ പുതിയതായിട്ട് വന്നൊരു വേക്കൻസി ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ മെയിൻ്റനൻസ് എഞ്ചിനീയർ വേക്കൻസി എന്ന് പറയുന്നത്. അത് കാണുകയും ഞാനത് കറക്റ്റായിട്ട് അതിൻ്റെ ആ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുകയും പ്രോപ്പറായിട്ട് റെഫറൻസ് എല്ലാം കൊടുക്കുകയും ചെയ്തതിന് ശേഷമാണ് എനിക്ക് എന്നെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതും ഇന്റർവ്യൂവിന് വിളിക്കുന്നതും ആ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നതും എനിക്ക് ആ ജോലി കിട്ടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്തോ? അത് എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ നമുക്കത് കിട്ടുന്നത്? ഇല്ല, അതിൻ്റേതായിട്ടുള്ള യാതൊരു തടസ്സവും ഇല്ല. നമ്മുടെ കോളേജിൽ നിന്നുള്ള റെഫറൻസ് ആണ് അവർ ആദ്യം ആവശ്യപ്പെടുക. അപ്പോൾ നമ്മൾ അതിൻ്റെ റെഫറൻസും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്ന് ഈ ജോബിന് അപ്ലൈ ചെയ്ത് കയറിയതിന് ശേഷം എൻ്റെ കൊളീഗ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നിങ്ങളുടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾക്കും ഡയറക്റ്റ് NHS ട്രാക്ക് ജോബ്സ് വെബ്സൈറ്റ് ത്രൂ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലി സാധ്യതകൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതൊരു കാര്യമാണ്. അത് എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്. നിങ്ങൾ ആരെങ്കിലും BTech ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ഇവിടെ വന്ന് സ്ട്രഗ്ലിംഗ് ഫേസിലേക്ക് പോകേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല. നാട്ടിൽ നിങ്ങൾ ഇത്രയും നല്ലൊരു ഡിഗ്രി ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നാട്ടിൽ ശ്രമിക്കാം. ധാരാളം പേർക്ക് സംശയമുള്ള പ്രധാന കാര്യമാണ് ഇന്ത്യയിലെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ വാലിഡ് ആണോ, അത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നായിരുന്നോ? ഇല്ല, അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വന്നില്ല. നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് റെഫറൻസ് ചെക്കിംഗ് ആണ്. അത് ഇപ്പം ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്ത കോളേജിൽ നിന്ന് എൻ്റെ പ്രൊഫസറും അതുപോലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനും അവർ നമ്മുടെ NHS വെബ്സൈറ്റിൽ നിന്ന് തന്നെ അവർ HR ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു മെയിൽ അവർക്ക് കൊടുക്കുകയും അവർ അതിന് പ്രോപ്പറായിട്ട് റിവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അവർ റിവേർട്ട് ചെയ്യാൻ താമസിച്ചാൽ തന്നെയും നമ്മളെ ആദ്യം NHS നിന്ന് കോൺടാക്ട് ചെയ്യും. ഇനി അവർ റിവേർട്ട് ചെയ്തില്ലെങ്കിൽ അവർ ഉടനെ അത് നെഗ്ലക്ട് ചെയ്യും എന്നുള്ളതല്ല, നമുക്ക് ഓപ്പർച്യൂണിറ്റി തരും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫസേഴ്സിനെ വിളിക്കാം, പ്രോപ്പറായിട്ട് അവരോട് റിവേർട്ട് ചെയ്യാൻ പറയാം. റിവേർട്ട് ചെയ്തതിന് ശേഷം അവരത് ഫർദർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുക. ഈ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് അവർ കൺസിഡർ ചെയ്തത് പ്രധാനമായിട്ട്?
എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഓണസ്റ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ നാട്ടിൽ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ടും മെയിൻ്റനൻസ് എഞ്ചിനീയർ ആയിട്ടും പിന്നെ എനിക്ക് ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെയും എക്സ്പീരിയൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ NHS എപ്പോഴും നമുക്ക് നമ്മുടെ വർക്ക് ഇമെയിൽ IDയിലായിരിക്കും റെഫറൻസ് പോവുക. അപ്പം പലരും ചെയ്യുന്ന ഒരു തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസോണസ്റ്റ് ആയിട്ട് പല ആപ്ലിക്കേഷൻസ് പോവുകയും അപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ ഇമെയിൽ ID ഒക്കെ കൊടുത്തിട്ട് ഫ്രണ്ട്സിന്റെ ഇമെയിൽ ഒക്കെ കൊടുത്തിട്ട് റെഫറൻസ് ചെക്കിന് NHS ഇമെയിൽ പോവേണ്ടി വരികയും ചെയ്യും. പക്ഷെ അത് അവരങ്ങനെ ചെയ്യില്ല. അതവർ ശരിക്കും റിജക്റ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുക. നമ്മൾ ശരിക്കും നമ്മുടെ കമ്പനിയുടെ വർക്ക് ഡൊമൈനിലുള്ള ഇമെയിൽ ID ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ശരിക്കും അവർ റിവേർട്ട് ചെയ്യുന്നത്. അത് അവർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യും. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അവർ റിജക്റ്റ് ചെയ്യും. ഇവിടുത്തെ വർക്ക് കൾച്ചർ വളരെ വ്യത്യാസമാണ്. നമുക്കിപ്പോൾ ഒരു പുതിയൊരു വർക്ക് സ്പേസിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് സീറോ നോളജ് ആയിരിക്കും അതിനെപ്പറ്റി ഉണ്ടാവുക. പക്ഷെ നമ്മൾ വളരെ പാനിക്കായിട്ടാണ് ഞാൻ എൻ്റെ ആ ഒരു എഞ്ചിനീയറിംഗ് വേക്കൻസിയിലെ ഫസ്റ്റ് ഡേയിലേക്ക് ഞാൻ പോകുന്നത്. പോരാത്തതിന് എൻ്റെ ബോസ്, അതായത് എൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വെൽക്കം ടു ദ മാൻ ഹൗസ് എന്നാണ് ഫസ്റ്റ് ഡേ തന്നെ പറഞ്ഞത്. അതുകൂടെ കേട്ടതോടുകൂടി എൻ്റെ ഫുൾ കോൺഫിഡൻസും അവിടെ തീർന്നു. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുക, അവിടുത്തെ വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആണ്. അത് ചിലപ്പം ഈ ഒരു പാർട്ട് ഒരു ഏരിയ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതും കൂടി എനിക്ക് പറയണം കേട്ടോ. പല ഏരിയയിൽ ഇപ്പം ഞാൻ താമസിച്ചത് കൊണ്ട് ആ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലാവും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു വർക്ക് കൾച്ചർ വളരെ വ്യത്യാസമാണ്. അവർ വളരെ സപ്പോർട്ടീവാണ്. പുതിയ ഓരോ കാര്യങ്ങളും നമ്മുടെ കൂടെ നിന്ന് നമുക്കവർ പറഞ്ഞു തരും. ഏകദേശം 1.5 മാസത്തോളം ആ ഒരു ട്രെയിനിങ് പീരീഡ് എന്ന് തന്നെ നമ്മൾ ഷാഡോ ചെയ്തുകൊണ്ടേ ഇരിക്കും. അവർ നമ്മൾ സ്വന്തമായിട്ട് അത് ചെയ്യാൻ ക്യാപ്പബിൾ ആണ് എന്ന് കാണുമ്പോൾ മാത്രമായിരിക്കും നമ്മളെ ഇൻഡിവിജ്വൽ ആയിട്ടൊരു ടാസ്ക് തന്ന് നമ്മളെ ഫീൽഡിലേക്ക് വിടുക. സാലറിയുടെ കാര്യത്തിലാണ് പലരും സംശയം പ്രകടിപ്പിക്കാറുള്ളത്. ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ ജോലി ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് UK വരുന്നത് മെച്ചമാണോ? പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ BTech MTech കഴിഞ്ഞതിന് ശേഷം UK വരുമ്പോൾ അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ഒരു വ്യത്യാസം? ഞാനിപ്പോ MTech ഗ്രാജുവേറ്റ് ആണ്. ഞാൻ BTech ചെയ്ത ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലാണ്. അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലാണ്. ഇപ്പോൾ നാട്ടിലെ വെച്ച് നമ്മുടെ ജോലി സാധ്യതകളെ ആണെങ്കിലും എന്തിനെ തന്നെ ആണെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും മെച്ചപ്പെട്ട സാഹചര്യം എനിക്ക് തന്നിട്ടുള്ളത്, അതായത് എനിക്ക് കരിയർ വൈസ് ഫ്ലറിഷ് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് UK തന്നെയാണ്. അത് നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും. നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനാണെങ്കിലും നമുക്ക് ഗൈഡ് ചെയ്യാനാണെങ്കിലും ഒരുപാട് ആൾക്കാരും ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വർക്ക് കൾച്ചറും ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നേക്ക് പോകാൻ, അതുപോലെ സാലറി വൈസ് ആണെങ്കിൽ തന്നെയും മെച്ചപ്പെട്ട സാലറി പാക്കേജ് ആണ് എനിക്ക് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് വളരെ അട്രാക്റ്റീവ് പാക്കേജ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ എന്ന് പറയുന്നത് കമ്പയർഡ് ടു ഇന്ത്യ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു നാട്ടിൽ. ഇപ്പൊ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറഞ്ഞുകൊണ്ട് ഇപ്പൊ ധാരാളം പേര് ഇപ്പൊ ഇന്ത്യ വിട്ട് ഇങ്ങോട്ട് വരുന്ന പല രാജ്യങ്ങളിലോട്ടും പോകുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പൊ നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണല്ലോ ശരിക്കും ആഷിമയുടെ കാര്യത്തിൽ ഇങ്ങനെ? അത് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ എനിക്ക് പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇപ്പം ഞാൻ ACBയിലൊക്കെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാളാണ്. പിന്നീടുള്ളത് മെജോറിറ്റിയും പോകുന്നതെന്ന് പറയാം ബാങ്ക് കോച്ചിങ്ങിന് അല്ലെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റ്. അതൊക്കെ ഒരു മോശമായിട്ടുള്ള കാര്യമാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. കോമ്പറ്റീഷൻ അത്രത്തോളം കൂടുതലാണ്. നമ്മൾ അത്രത്തോളം തീവ്രമായിട്ടുള്ള പരിശീലനങ്ങൾക്ക് പോകണം. ഇനി പോയാൽ തന്നെയും പിന്നീട് അതിന്റെ റാങ്ക് ലിസ്റ്റ്, പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളുള്ള നീണ്ട കാത്തിരിപ്പ്, അങ്ങനെ ഒരുപാട് കടമ്പകൾ അവിടെ ഉണ്ട്. ഇവിടെ വന്നാൽ ഇതേ കടമ്പകളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും അവസാനം വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അതായത് സാധ്യതകൾ കൂടുതലാണ്. ഒരു 100 പേരുണ്ടെങ്കിൽ ആ 100 പേർക്ക് ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു രാജ്യമാണ് ഇവിടെ. അതായത് നമ്മളൊരു 100 പേര് വന്നു കഴിയുമ്പോൾ അതിൽ 50 പേരെ പിന്തള്ളിക്കൊണ്ട് 50 പേർക്ക് മാത്രം ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇതെന്ന് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി നൽകാനായിട്ട് നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ആ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തില്ലെങ്കിൽ, അപ്പൊ അതിൽ നിന്നും വിപരീതമാണ് UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ഇവിടെ ഏറ്റവും അധികം ഷോർട്ടേജ് നിലനിൽക്കുന്ന മേഖലയാണ് എഞ്ചിനീയറിംഗ്, IT, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ മേഖലകളിലെല്ലാം. അതുകൊണ്ട് തന്നെ ധാരാളം അവസരങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. ഷോർട്ടേജ് ലിസ്റ്റിലാണ് ഇപ്പോഴും ഈ ജോലികളെല്ലാം നിലനിൽക്കുന്നത്. ധാരാളം അവസരങ്ങൾ നൽകുന്ന ഈ ഒരു മേഖലയിലോട്ട് ഇപ്പോൾ പലപ്പോഴും എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് മറ്റു പല ജോലികളും ചെയ്യാൻ വേണ്ടി പലരും പോകാറുണ്ട്. അപ്പോൾ അവരുടെ കരിയറിൽ ഒരു വലിയൊരു ബ്രേക്ക് പോലെയാണ് അത് സംഭവിക്കുക. അപ്പോൾ പഠിച്ച കാര്യങ്ങളിൽ തന്നെ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ജോലിയിലേക്ക് കയറാം. അതുപോലെ തന്നെ ഇതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതിനെ പരിശ്രമിച്ച് വരാൻ കഴിയും. പക്ഷെ അതിനുള്ള ഗൈഡൻസ് നമുക്ക് തരാനായിട്ട് പലരും നാട്ടിലില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നമ്മൾ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള നാട്ടിലുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് നമ്മുടെ ഫുൾ ചെലവ് ഉൾപ്പെടെ നാട്ടിൽ നിന്ന് നഴ്സുമാർക്ക് മാത്രമല്ല OET IELTS പോലുള്ള എക്സാമുകൾ എഴുതി NHSലേക്ക് വരാൻ കഴിയുക. ഇതുപോലെ നോൺ ക്ലിനിക്കൽ പ്രൊഫഷണൽസിനും അതുപോലെ എഞ്ചിനീയേഴ്സിനും, അതായത് നോൺ ക്ലിനിക്കൽ
ടെക്നിക്കൽ പ്രൊഫഷണൽസ് എന്ന് ഉദ്ദേശിച്ചത് എഞ്ചിനീയേഴ്സിന് നമുക്ക് സുഖമായിട്ട്, അതായത് ബിസിനസ് അനലിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. പുള്ളിക്കാരൻ വൈഫും 2 ആൺകുട്ടികളുമായിട്ട് ഇവിടെ സെറ്റിൽഡാണ്. പുള്ളിക്കാരനാണ് ആദ്യം ഇവിടെ വർക്ക് വിസയിലാണ് വരുന്നത്. പുള്ളിക്കാരൻ ബാൻഡ് 7 ഉദ്യോഗസ്ഥനാണ് ഇവിടെ. അപ്പം വലിയൊരു നല്ല സാലറി പാക്കേജോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. നാട്ടിൽ IT ഡിപ്പാർട്ട്മെന്റിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും ഡിപ്പെൻഡൻസ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഏറ്റവും മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ ആ ഓപ്പർച്യൂണിറ്റിയെ പറ്റി പലർക്കും നാട്ടിൽ അറിയില്ല. പലരും വിചാരിക്കുന്നത് NHSൽ നമുക്ക് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാർക്ക്, ക്ലിനിക്കൽ പ്രൊഫഷണൽസിന് മാത്രം ഉള്ള മേഖലയാണ് ഇതെന്നാണ്. പക്ഷെ ശരിക്കും അല്ല. ഒരുപാട് പേര് നാട്ടിൽ നിന്ന് തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇട്ട് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യപ്പെട്ട് ഓൺലൈൻ ത്രൂ തന്നെ വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഇന്റർവ്യൂവും എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ NHS ആണ് ചെലവെടുക്കുന്നത്. അവര് എല്ലാ അക്കോമഡേഷൻ ഫെസിലിറ്റിയോട് കൂടി ഉൾപ്പെടെയാണ് അവരിങ്ങോട്ടേക്ക് ഫസ്റ്റ് വരുന്നത് തന്നെ. മറ്റൊരു പ്രധാന കാര്യം, ഇപ്പൊ ധാരാളം പേര് പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു ജോലി കിട്ടണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്താലാണ് നമുക്ക് ഇതുപോലുള്ള ജോലി കിട്ടുന്നത്. ഇപ്പൊ ആഷിമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ക്യാഷ് കൊടുത്തോ ഇതുപോലൊരു ജോലി NHS കിട്ടുന്നതിന് വേണ്ടി ഏജൻസികൾക്കും ആർക്കെങ്കിലും? ഒരു ഏജൻസിയും ഇല്ല. ഇത് നമ്മുടെ 100% എഫേർട്ട് മാത്രം, അതായത് രാപകലില്ലാതെയുള്ള നമ്മുടെ ആ ഒരു ഹാർഡ് വർക്ക്. ബേസിക്കലി പറയാനാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ബാക്ക് ബെഞ്ചർ ആയിരുന്നു. എന്റെ എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിൽ തന്നെയും ബാക്ക് ബെഞ്ചർ ആയിരുന്നു. എനിക്ക് ഇന്റേണൽ മാർക്സ് ഒക്കെ വളരെ കുറവ്, ക്ലാസ്സിലൊരു തല്ലിപ്പൊളി കുട്ടിയൊന്നും അല്ലായിരുന്നു കേട്ടോ. പക്ഷെ വളരെ ഇന്റേണൽ മാർക്കൊക്കെ കുറവ് കിട്ടി. ആ ഇന്റേണൽ മാർക്കൊക്കെ വളരെ കഷ്ടപ്പെട്ട് എഴുതി കിട്ടി അങ്ങനെ വിജയിച്ചു വന്നൊരു കുട്ടിയാണ്. അപ്പൊ അത്ര സ്ട്രഗിൾ ചെയ്ത് പഠിച്ചു വന്ന ഒരാൾക്ക് ഈ വരുന്ന സ്ട്രഗിളുകളൊന്നും ശരിക്കും സ്ട്രഗിൾ ആയിട്ട് തോന്നിയിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എഞ്ചിനീയറിംഗ് ഫേമിൽ തന്നെ ജോലിക്ക് കയറുക, അതും പബ്ലിക് സെക്ടറിൽ ജോലിക്ക് കയറുക എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് ട്രാക്ക് ജോബ്സ് വെബ്സൈറ്റിൽ ഏതൊക്കെ എഞ്ചിനീയറിംഗ് വേക്കൻസികൾ പോപ്പപ്പ് ചെയ്യുന്നു, അതിനെല്ലാം എങ്ങനെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻസ് ഡ്രാഫ്റ്റ് ചെയ്യാം, എങ്ങനെ എന്റെ എക്സ്പീരിയൻസ് അതിനെ മാച്ചപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ആപ്ലിക്കേഷൻ ഇടാം എന്നുള്ളതായിരുന്നു ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തു കേട്ടോ. അതുപോലെ തന്നെ ഏകദേശം ഒരു 17ഓളം ആപ്ലിക്കേഷൻ റിജക്റ്റും ചെയ്യപ്പെട്ടു. തെറ്റുകളിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. 16 ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തതിന് ശേഷം 17ാമത്തെ ആപ്ലിക്കേഷനാണ് NHS എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതും എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുന്നതും. ആ ഇന്റർവ്യൂ ഞാൻ ഏകദേശം ഒരു 6 ദിവസത്തോളം ഇരുന്ന് നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഞാൻ ഇന്റർവ്യൂവിന് അപ്രോച്ച് ചെയ്യുന്നത്. ഇന്റർവ്യൂവിന് ശേഷം എനിക്ക് ദ വെരി നെക്സ്റ്റ് ഡേ അവരുടെ കോള് വരികയും എന്നെ അവര് സെലക്ട് ചെയ്തു എന്നുള്ള ആ ഒരു ഇമെയിലും പിന്നീട് ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അധികം താമസമില്ലാതെ തന്നെ ഈ പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി അല്ലേ? അതെ, വൺസ് നമുക്ക് ആ ഒരു ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മിനിമം ഒരു 4 മാസമാണ് മൊത്ത പ്രോസസ്സിന്, അതായത് റെഫറൻസിങ് ഉൾപ്പെടെ പ്രോസസ്സിന് നമ്മൾ കൊടുക്കേണ്ടത് ഒരു 4 മാസമാണ്. നമ്മുടെ ഇന്റർവ്യൂ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ, അതോ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പാസ്സാകാൻ പറ്റുന്നതാണോ? ബേസിക് ക്വസ്റ്റ്യൻസ് ആണോ, അതോ ടെക്നിക്കൽ സൈഡിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചോദിക്കുമോ? ടെക്നിക്കൽ സൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ശരിക്കും അവർ ചോദിക്കും. നമ്മളത് വളരെ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോവുക. ഇപ്പൊ നമുക്ക് ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇലക്ട്രോണിക് എഞ്ചിനീയർ ഒരു വേക്കൻസി, മെയിൻ്റെനൻസ് എഞ്ചിനീയർ ഒരു വേക്കൻസി വരുവാണെന്നുണ്ടെങ്കിൽ അവര് ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പേഴ്സൺ സ്പെസിഫിക്കേഷനിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് എസെൻഷ്യൽ ക്രൈറ്റീരിയ എന്തൊക്കെ വേണം, ഡിസൈറബിൾ ക്രൈറ്റീരിയ എന്തൊക്കെ വേണമെന്ന്. അത് മാക്സിമം നമ്മൾ മാച്ച് ചെയ്യുന്നുണ്ടോ, നമുക്ക് ആ സർട്ടിഫിക്കേഷൻസ് ഉണ്ടോ, നമ്മൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്കില്ലെങ്കിൽ തന്നെയും നമുക്കത് ഒരു ഷോർട്ട് ടൈം പീരീഡിൽ ലേൺ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഷോർട്ട് ടൈം പീരീഡിൽ ഓൺലൈനായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കേഷൻസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അതിനുശേഷം മാത്രം ആ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യാനിരിക്കുക. ഇത് ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞ് ഇന്റർവ്യൂവിന് ചെന്ന് കഴിയുമ്പോൾ ഈ എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ ക്രൈറ്റീരിയയിൽ നമ്മൾ എന്തൊക്കെ ആപ്ലിക്കേഷനിൽ കൊടുത്തോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കാണും. എൻ്റെ ഇന്റർവ്യൂ 1 മണിക്കൂർ 15 മിനിറ്റോളം നീണ്ടു നിന്നൊരു ഇന്റർവ്യൂ ആയിരുന്നു. ആ ഇന്റർവ്യൂ റൂമിൽ 3 പേരുടെ ഇന്റർവ്യൂ പാനലാണ് എന്നെ ഇന്റർവ്യൂ ചെയ്തത്. ആ 1 hour 15 minutes അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ ആ ആപ്ലിക്കേഷനിൽ ഞാൻ കൊടുത്തതിൽ നിന്ന് എൻ്റെ ടെക്നിക്കൽ നോളജ്, എൻ്റെ സ്കിൽസ്, എൻ്റെ ബേസിക് നോളജ്, എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എല്ലാം തന്നെയും അവർ ചോദിച്ചു മനസ്സിലാക്കി. ഓരോ കാര്യങ്ങളും ഒരു ഡീറ്റെയിൽ ആയിട്ട് നോട്ടപ്പ് ചെയ്തിരുന്നു. അതിനനുസരിച്ച് അവർ ഫൈനലൈസ് ചെയ്യുകയും അതിനുശേഷമാണ് എനിക്ക് അവര് അപ്രൂവൽ തരികയും ചെയ്തത്. അതുപോലെ ധാരാളം പേര് ഇന്റർവ്യൂവിന് ഫെയിൽഡ് ആകുന്ന ഒരു പൊതു സാഹചര്യമുണ്ട്. ഇന്റർവ്യൂ പാസ്സാകാൻ വേണ്ടി, പ്രത്യേകിച്ച് NHSലെ ഇന്റർവ്യൂ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. അത് പാസ്സാകാനായിട്ട് എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർ? ഫസ്റ്റ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, നമ്മളൊരു കുഞ്ഞ് ഒരു വേക്കൻസി ആയിക്കോട്ടെ, അതൊരു ഡൊമസ്റ്റിക്കില് അല്ലെങ്കിൽ ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് അല്ലെങ്കിൽ HSDUല് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇവിടെയൊക്കെ ഒരു കുഞ്ഞ് തസ്തികയിൽ പോലും ഒരു വേക്കൻസിക്ക് പോലും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സിങ് വളരെ, അതായത് നമ്മൾ ആ ഇന്റർവ്യൂവിനെ വളരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഡ്രസ്സപ്പ് ചെയ്ത് പോകാനായിട്ട്. ഞാൻ അറ്റൻഡ് ചെയ്ത എല്ലാ NHS ഇന്റർവ്യൂകൾക്കും ഞാൻ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് തന്നെയാണ് ഞാൻ കേട്ടോ പോയിരുന്നത്. അത് ഇപ്പം ആൾക്കാർ ചിലപ്പം കളിയാക്കുമായിരിക്കാം ഇത്രയൊക്കെ ചെയ്യേണ്ടുന്ന കാര്യമുണ്ടോന്ന്. പക്ഷെ എൻ്റെ എല്ലാ ഇന്റർവ്യൂവിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം, നമ്മൾ ഡ്രസ്സിങ്ങിൽ വളരെയധികം ശ്രദ്ധിക്കുക. ശരിക്കും പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ
രീതിയിൽ തന്നെ നമ്മൾ പോവുക. പിന്നെ നമ്മുടെ മാനേഴ്സ് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ തന്നെ, പിന്നെ അതുപോലെ നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതായത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവരിലേക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രോപ്പറായിട്ട് അവർ ചോദിക്കുന്നതിന് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. പിന്നെ അവരൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വട്ടം അവരോട് റിപ്പീറ്റ് ചെയ്തു എന്നുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അവരോട് ചോദിക്കുക, നിങ്ങൾ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുക ആ ക്വസ്റ്റ്യൻ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം അതിന് അനുയോജ്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ എപ്പോഴും ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മളിപ്പോ NHS ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 5 വർഷം കഴിഞ്ഞ് പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ഒക്കെ ലഭിച്ചാലാണ് പല ആനുകൂല്യങ്ങളും ലഭിക്കൂ എന്ന് പലർക്കും സംശയമുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് PR കിട്ടുന്നതിന് മുൻപ് തന്നെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് NHS കിട്ടുക? എന്തെങ്കിലും കരിയർ ഗ്രോത്തുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ? ഉറപ്പായിട്ടും സാധ്യതകൾ ഒരുപാടുള്ള ഒരു മേഖലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ NHS എന്ന് പറയുന്നത്. ഒരുപാട് പബ്ലിക് പ്രൈവറ്റ് സെക്ടറുകൾ ഇതുപോലെ ഉള്ള സാധ്യതകൾ ഒരുക്കി തരുന്നുണ്ടെങ്കിലും NHS വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്ക് എനിക്കിപ്പോൾ കിട്ടിയ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റിൽ നിന്ന് 2300 പൗണ്ട് ഇങ്ങോട്ടേക്ക് വാങ്ങിക്കൊണ്ട് എനിക്കൊരു സ്കോളർഷിപ്പ് അവിടെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഞാനൊരു റിസർച്ച് സ്കോളറാണ്. ഏകദേശം 1000കണക്കിന് ആപ്ലിക്കേഷൻസ് വന്നിട്ടുള്ള ഒരു 5 ഹോസ്പിറ്റലുകൾ ചേർന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസ് കളക്ട് ചെയ്തതിന് ശേഷം അതിൽ 18 സ്കോളേഴ്സിനെയാണ് അവർ സെലക്ട് ചെയ്തത്. ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടാണ് എൻ്റെ തീസിസ് പേപ്പർ സബ്മിറ്റ് ചെയ്തതും താങ്ക്ഫുള്ളി ഞാൻ അതിന് സെലക്ട് ആയി. ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ NHSലെ എല്ലാ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസും നമ്മൾ എടുക്കുക. അവിടെ ലൈബ്രറി ഉണ്ട്, ആ ലൈബ്രറിയിലെ എല്ലാ അമ്യൂണിറ്റീസും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം സോഷ്യലൈസ് ചെയ്യുക. ഏതൊക്കെ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പം ഞാൻ ഈ റിസർച്ച് സ്കോളറായിട്ട് അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങൾ 18 സ്കോളേഴ്സ് ഒരുമിച്ചിരുന്നാണ് ഓരോ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നത്. നാളെ ന്യൂ ഹോസ്പിറ്റൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മേജർ ലീഡ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഗ്രോത്തിലേക്കായിരിക്കും ഞാൻ പോവുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ. അതുപോലെ ഗവൺമെന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പൈസ വാങ്ങിയാണ് ഞാൻ പഠിക്കുന്നത്. എന്റേതായിട്ട് ഞാൻ ഒരു രൂപ പോലും മുടക്കുന്നില്ല. അപ്പൊ യാതൊരു നിർബന്ധമില്ല. കാരണം ഞങ്ങൾ PR സ്റ്റാറ്റസിലല്ല അറ്റ് ദ മൊമെന്റ് ഉള്ളത്. ഇപ്പൊ ഞങ്ങൾ Tier 2 വർക്ക് വിസയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഞാനൊരു ഡിപ്പെൻഡന്റ് വിസയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പം ആൾക്കാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. എൻ്റെ ഈ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും തരുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ വിസയിലാണ് ഞാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡിപ്പെൻഡന്റിലായിട്ടാണ് ഞാനും എൻ്റെ മകളും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു കരിയർ പാത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു അവസരം. പലരും ധാരാളം പേര് ഡിപ്പെൻഡൻസ് ആയിട്ട് ഇവിടെ വന്നതിന് ശേഷം അവർക്ക് ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റികളൊക്കെ എങ്ങനെ ലഭിക്കുന്നതിനെ കുറിച്ച് വലിയ സംശയമുള്ള കാര്യമാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അപ്പൊ നിങ്ങൾ ശ്രമിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കുക. 1-2 തവണ ആപ്ലിക്കേഷൻ റിജക്ട് ആയാലും വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. 16 തവണ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തതിനു ശേഷമാണ് ആഷിമയ്ക്ക് ഇതുപോലൊരു പൊസിഷൻ കിട്ടിയത്. അപ്പൊ അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ വളരെയധികം നന്ദി, ഇത്രയും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ആൻസർ കൊടുക്കാനോ അല്ലെ? ആ സംശയങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം. ഇപ്പൊ നല്ല മഴയുള്ള സമയമായിരുന്നു. ഞാനിപ്പോ ഉള്ളത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലാണ്. ഈ മഴയത്ത് മഴ നനഞ്ഞു വന്നും ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരാനായി തയ്യാറായ ആഷിമയ്ക്ക് പ്രത്യേകം നന്ദി. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. തീർച്ചയായും.